ശങ്കര, ഞാനിവിടെ ഉണ്ട്. എന്താ വേണ്ടേ? ഒന്നുകിൽ അവന്മാരോട് നല്ലോണം കൊട്ടാൻ പറ, അതല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് താ. അവരെയൊക്കെ നന്നായി ഞാൻ കൊട്ടാം. ദേ, ഈ കോപ്രാട്ടി കാണിക്കാനല്ല പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്റെ മരുമകൻ വേലായുധം കുട്ടിയുടെ അനിയത്തി വിലാസിനിയുടെ കല്യാണം. വരനൊരു ഡോക്ടറാ. ഞാനാ ബ്രോക്കർ, പേര് കുഞ്ഞാപ്പു. ആ, ഇതാണ് പിടിച്ചേ. ഒരു നല്ല കീർത്തനം അങ്ങോട്ട് വായിച്ചേ. എന്ത് കീർത്തനം വായിക്കണ്ടേ? എന്ത് കീർത്തന വായിക്കണ്ടേന്ന് അവരോട് ഡിങ്കിരി ഡിങ്കാലെ വായിക്കാൻ പറ, അതപ്പൊ നല്ലത്. ഈ ഉണക്കത്തള്ള ഏത് കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും, എന്നിട്ട് അത് നാറ്റിക്കുകയും ചെയ്യും. ഇതെന്താ കുഞ്ഞാപ്പുത്? കല്യാണം അതോ റോക്കെന്തോ? അതെ, ഞാൻ ആ പയ്യനോട് സ്റ്റെതസ്കോപ്പ് എടുത്ത് മാറ്റി വെക്കാൻ പറ കുഞ്ഞാപ്പു. ഡോക്ടർ എന്ന് വെച്ച് താലി കെട്ടുമ്പോഴും പരമേശ്വരനെ പോലെ ഇത് കഴിച്ചിട്ടുണ്ടോ? ചുറ്റും അങ്ങേർക്ക് അത്രയും തിരക്കാ. ഇതൊരു സാധാരണ ഡോക്ടർ അല്ല. ആണും പെണ്ണുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. മുഹൂർത്തം തെറ്റായിരിക്കാൻ വേണ്ടി സമയത്ത് എത്തിയെന്നുള്ളൂ ഓടിപ്പിടിച്ച്. ഏട്ടാ, മുഹൂർത്തം ആകാറായില്ലേ? പിന്നെ മാലയിടേണ്ട താമസമുള്ളൂ. പയ്യൻ തിയേറ്ററിലേക്ക് ഓടും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ സിനിമയ്ക്കൊന്നും പോകണ്ട. സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്റർ. ആഹാ, പെങ്ങക്ക് ഇപ്പൊ സന്തോഷായില്ലോ. ഒരു ഡോക്ടർക്ക് തന്നെ വിലാസിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വേലായുധം കുട്ടിയുടെ ആഗ്രഹമായിരുന്നു. അവനത് സാധിച്ചു. അവൻ വേലായുധനല്ലേ ഏട്ടാ, സാക്ഷാൽ വേലായുധൻ. എന്നിട്ട് ആ വേലായുധൻ എവിടെ? വിശ്രമമില്ലാത്ത ഓട്ടായിരുന്നില്ലേ, ക്ഷീണം കൊണ്ടുള്ള ഉറക്ക. വേലായുധം കുട്ടി, വേലായുധം കുട്ടി എന്തായി കാണിക്കണേ? മുഹൂർത്തത്തിനുള്ള സമയമായി. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ ആശുപത്രിയിലേക്ക് ഓടണത്രേ. ഊണ് കഴിക്കാൻ കൂടി നിക്കണില്ലാന്ന്. വേലായുധം കുട്ടി ഒന്ന് പോയി മുഖം കഴിക്കേ. മുഹൂർത്തം തെറ്റും. പിന്നെ ഡോക്ടറെ വഴിക്ക് പോകും. ഒടുക്കമല്ല കമ്പൗണ്ടറെ വിളിച്ച് കട്ടിക്കേണ്ടി വരും. വേം വന്നേ. ഒന്ന് മാറി. അച്ഛനെവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മുത്തശ്ശിയോ? ഹാജർ, ഞാനിവിടെ ഉണ്ട്. വായിച്ചോ. മിടുക്കൻ, നീയാണടാ ശരിയായ വേലായുധം കുട്ടി. നീ ഉശിരുള്ളവനാ. ഞാൻ ഉശിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവ. ഇതെന്റെ തുടക്കമല്ലേ. കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ എനിക്കിവനോട് പുച്ഛമായിരുന്നു. ആ വേലായുധം കുട്ടി ഇന്നിതാ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു. ശരിയായ ആണത്വം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട്. അതൊന്ന് മുത്തേക്ക് പറഞ്ഞേ. ആ, ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത്? അമ്മാവൻ എന്ത് തന്നാലും ഞാൻ വാങ്ങും. എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവൈരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ അവർകൾ പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു. എന്തു പറയുന്നു? എന്തായാലും വേഗം പറ. ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സത്യമാണ്, ഉണ്ട്. അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക്. ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തിത്തരും. വെറും വാക്കല്ലോ. ശങ്കരൻകുട്ടി മേനോൻ അവർകൾ വെറും വാക്ക് പറയാറില്ല. ഞാൻ കാണിക്കും. ധൈര്യമായിട്ട് കാണിക്കേ. കാണിച്ചു കൊടുക്കടാ.
അത് അമ്മിണിക്കുട്ടിയല്ലേ? അതെ അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ? അതെ. അവളെ തന്നെ വേണോ നിനക്ക്? വേണം. തന്നില്ലെങ്കിലോ? ഞാൻ വാങ്ങും. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിനിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അകത്ത് വേലായുധം കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പറയാം അവനോട്. മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം. ഇരപ്പാളിത്തരം കാണിച്ച് അകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത്. അമ്മാവനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു. ആ 27,000 ഇപ്പൊ തന്നെ വേണമെന്ന്. ആട്ടി കൊണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കണ്ടത് സ്വപ്നായിരിക്കുമെന്ന്. ഏട്ടന് എന്ത് സ്വപ്ന കണ്ടേ? നിന്റെ കല്യാണം ഒരു ഡോക്ടറടി കെട്ടിയത്. ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി. ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം. ഏത് 27,000 അയക്കപ്പോ കൊടുക്കേണ്ടത്? ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയത് അത്രേ. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. ഏട്ടൻ ഞങ്ങൾക്ക് അന്യനാണോ? അന്യം തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. എടാ, മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്. എന്ത് റീറ്റി? ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരാ. വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ? ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാവനെന്ന് നിൽക്കുന്നത് ഇരിക്കാലോ. വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാ മതി. ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ. ദേ ഒരൊറ്റ തൊഴി. അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊടിക്കണം ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ. ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ശങ്കരൻകുട്ടി മേന ആരാണെന്ന് അപ്പ അറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബിക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറില് ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധ കുട്ടി നിരത്തി അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ. അങ്ങനെ അവള് BAക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ. ഏട്ടൻ നിന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം. ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല. തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ 3/4 ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയിലാ. അത് തന്നെ സംഭവം. താൻ ഈ മീശം വെച്ച് ആരപ്പിണ്ടം വെക്കാനാ പോണേ? നമ്മുടെ കൊച്ചുണ്ണിയല്ലേ? എന്താ കൊച്ചുണ്ണി ചത്ത? അല്ല, നാളെ മതി 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 മതി. താൻ വേഗം പോയിട്ട് ആധാരം എഴുതാരം വിളിച്ചോണ്ട് പോവാ. ഇത് ഇന്ന് തന്നെ എഴുതണം. അങ്ങോട്ട് പോടോ. അപ്പൊ എന്താ ഇവിടെ ചെരുപ്പ് ഒരു മരക്കെഴുങ്ങൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. അത് ശരി, അവിടെ ഇരിക്കട്ടെ. നീ ആ വണ്ടിയിലുള്ള സാധനം കയറും. അപ്പോഴേ സൈക്കിളിലൂടെ വെച്ചാൽ മതിയോ? അതവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ച് നിക്കണത്? പോയത് പോട്ടടാ. നമുക്ക് ഈ വീട് മതി. മതി. കടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാ. നമ്മള് പെരുവഴിയിലേക്കൊന്നുമല്ലല്ലോ വന്നത്. അത്ര വലിയ പേരും പെരുമൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ചു കിട്ടിയ വീടാ ഇത്. ഇതും ഒരു തരത്തില് സ്വർഗ അല്ലേടാ നാണുകൂട്ടാ? അതെ അതെ. നാനുവേട്ടന് ഇങ്ങനൊരു വീട് ഭാഗം കിട്ടിയ വകകളിൽ ഞാൻ എപ്പോഴാ അറിയണത്. ചെറുതായാൽ എന്താ, ഇതിന് ഇതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അതന്നെ, വിട്ടുകൊടുക്കരുത് വേലായുധ കുട്ടിയെ. ശങ്കരനല്ല, അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം. ഈ ശങ്കരന്റെ തന്ത മുത്തശ്ശിയുടെ ഭർത്താവല്ലേ? അയ്യോ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. അങ്ങേര് പാവാ. ഈ മുത്തശ്ശിയാ ഏട്ടന് പിരിയേറ്റുന്നത്. അക്കാര്യത്തിൽ നീയും മോശക്കാരിയല്ല. നീ അവളെ കുറ്റം പറയണ്ട. നീയും മോശല്ല. അത്രയ്ക്കും നല്ല കുട്ടിയെ അമ്മണി.